നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പരിപാടിയുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ശ്രീ എൽദോസ് മാത്യൂസ് IFS, സ്പെഷ്യൽ ഗസ്റ്റായി ഇവിടെ വന്നിരിക്കുന്ന ശ്രീ പ്രേംപ്രകാശ്, നമ്മുടെ ഹോണറി ഗസ്റ്റായിട്ടിവിടെ എത്തിയിരിക്കുന്ന രാജു ബ്രദർ, RVP അനൂപ് ഞാക്കരപ്പുറത്ത്, എൻ്റെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ടീം, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട മണപ്പുറത്തച്ച, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹ്യൂസ്റ്റൺ KCS സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് 3 വിശിഷ്ട അതിഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ സമൂഹത്തിൽ നിറസാന്നിധ്യമായിരിക്കുന്ന 3 വ്യക്തികളാണ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതിൽ നമുക്ക് ഹ്യൂസ്റ്റൺ KCSന് ഒരു പുണ്യദിനമായിട്ട് ഞാനിവിടെ കാണുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് രാജ്യം വിട്ടിരിക്കുന്ന, രാജ്യസേവനത്തിന് വിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ തന്നെ ക്നാനായ സമുദായ അംഗമായ IFSകാരനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എൽദോസ് മാത്യൂസ്. നമ്മുടെ ക്നാനായ സമുദായത്തിൻ്റെ ട്രസ്റ്റിയായ TO എബ്രഹാം സാറിൻ്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അദ്ദേഹത്തിന് ക്നാനായ സമുദായമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെയും മലയാളത്തിൻ്റെയും കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ വർഷങ്ങളായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമുക്ക് പരിചിതനായ പ്രേംപ്രകാശ്. ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാന പുരസ്കാരം കറിയാച്ചൻ അങ്കിൾ എന്നാണ് വിളിക്കുക. അദ്ദേഹം ഞാൻ പഠിച്ച സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. SH മുണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ധാരാളം SH മുണ്ടുകാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഇവിടെ ഉണ്ട്. അദ്ദേഹവും നമ്മുടെ ഒരു അതിഥിയായിട്ട് ഈ ഒരു പുണ്യദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെയ്സി ആൻറ്റി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. BCA കോളേജിലെ വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രൊഫസറായിരുന്നു. ഡെയ്സി ആൻറ്റിക്കും ഈ വേദിയിലേക്ക്, നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് തൻ്റെതായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധത തൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കി നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയായി അശരണരെയും കഷ്ടപ്പെടുന്നവരെയും ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളെയും വീട്ടിൽ പാർപ്പിക്കാൻ സാധിക്കാത്ത ആളുകളെയെല്ലാം സ്വന്തം മക്കളായി ഒരു കുടക്കീഴിൽ ഒരു കുടുംബമായിട്ട് കാത്തു പരിപാലിച്ച് വർഷങ്ങളായിട്ട് പോരുന്ന ഒരു മഹത് വ്യക്തിയുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രം സ്വന്തം ചെലവിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന രാജു ബ്രദറിനെ, അദ്ദേഹം നമ്മുടെ ഒരു നീണ്ടൂരിൽ ജനിച്ചു വളർന്ന ഒരു ഗ്രാനായക്കോരൻ കൂടിയാണ്. ഈ സവിശേഷങ്ങളെല്ലാം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് തങ്ങളുടേതായിട്ടുള്ള വാല്യൂസ് കൊടുത്ത് തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ തന്നെയാണ് ഇവർ. തീർച്ചയായിട്ടും നമ്മുടെ ഓണാഘോഷം, നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഹ്യൂസ്റ്റൺ ക്നാനായ കാത്തലിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1991 ഏതാനും ചെറിയ കുടുംബങ്ങളുമായി ആരംഭിച്ച ഒരു സ്നേഹ കൂട്ടായ്മ ഇന്നിപ്പോൾ
ഏകദേശം 850ഓളം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു വലിയൊരു പടിവർഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേ അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിലേക്ക് ഏറ്റവും വെച്ച് പ്രവർത്തന ശൈലി കൊണ്ടും ജ്ഞാനായ വിശ്വാസം സംരക്ഷിക്കാൻ അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും ആളുകളും ഒക്കെ അധിവസിക്കുന്ന ഒരു ഭൂമി എന്ന നിലയിലുമൊക്കെ ഹ്യൂസ്റ്റൺ KCS ലോകത്തിന്റെ നിറയെ തന്നെയാണ് എന്ന് പറയുവാനായിട്ട് അതിന്റെ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും അതുപോലെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന് പ്രചോദനമായിട്ട് നിൽക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ലോകത്തിന് തന്നെ, വടക്കേ അമേരിക്കയിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താതെ ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോരുന്നത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്ത അവസരത്തിൽ തന്നെ നിങ്ങളോട് പ്രോമിസ് ചെയ്തത് ആ കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടും ഉത്തരവാദിത്തോടും അതിനുപരി അർപ്പണ മനോഭാവത്തോടും കൂടി ഓരോ കാര്യങ്ങളും ഈ കമ്മ്യൂണിറ്റിയുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നിങ്ങളെ സാക്ഷി നിർത്തി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിനായിട്ട് പൂർണ്ണമായിട്ടും സഹകരിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ നിങ്ങൾക്കറിയാം. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പൂർണ്ണമായ സഹകരണവും അതുപോലെ തന്നെ ലൈസൻസ് ബോർഡ്, ബിൽഡിംഗ് ബോർഡ്, നമ്മുടെ സബ് ഓർഗനൈസേഷൻ കമ്മിറ്റികൾ, കൊറോണ തലത്തിലുള്ള നമ്മുടെ ലീഡേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും ശക്തമായ ഒരു കൂട്ടായ്മയും സ്നേഹവും സഹകരണവും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഹ്യൂസ്റ്റൺ KCS ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത്. ഈ വർഷം തുടക്കത്തിൽ തന്നെ അതിന്റെ മനോഹരമായ കലണ്ടർ ഉൾപ്പെടെ പിക്നിക്ക്, നമുക്കറിയാം കൺവെൻഷൻ, ഇത്രയും മനോഹരമായ ഹ്യൂസ്റ്റണിലെ 1000ഓളം ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ മനോഹരമായ കൺവെൻഷൻ, ഇതെല്ലാം നമുക്ക് സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണമായ സഹകരണവും സ്നേഹവും മാത്രമാണ്. ഇതിനകത്ത് കുറച്ച് പേരുകളെ നമുക്ക് പേരെടുത്ത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം വേറെ ആരുമല്ല, ഇതിന് ഈ ഒരു കാര്യത്തിനെല്ലാം ഒരുപക്ഷെ ഊർജമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിന്റെ പുറകിൽ നിലകൊണ്ടത് എൻ്റെ ഭാര്യ ആശ. നിങ്ങൾക്കറിയാം, ഇതെല്ലാം സാധിച്ചത് ഒരുപക്ഷെ ആശയുടെ ഒരു 50%ഓളം എഫേർട്ടാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു മടിയും എനിക്കില്ല. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഞാൻ സ്റ്റേജിലോട്ട് കയറണമെന്ന് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് അങ്ങനെ പോകാതെ പറ്റിയല്ല. അതുപോലെ തന്നെ ഒരുപോലെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സ്പൗസസും, വൈസ് പ്രസിഡന്റ് റോബി കടവില്, അതുപോലെ നമ്മുടെ സെക്രട്ടറിയുടെ ജോസ്നി എറണിക്കല്, അതുപോലെ ഷിജ നെടുമാക്കല്, ധന്യ കക്കാട്ടിൽ, മരിയ പതിയിൽ, അതുപോലെ ബോബി തൈക്കാട്ട് ഫാമിലി, ഇവരുടെ എല്ലാവരുടെയും ശക്തമായ ആ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രവർത്തനങ്ങൾ ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഈ ഒരു സമയത്ത് അവരെ ആരെയും സ്റ്റേജിൽ കയറാൻ നമുക്ക് സമയത്ത് സാധിക്കുകയില്ല എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വ്യക്തികളോടെല്ലാം കുടുംബങ്ങളോടെല്ലാം ഉള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ മനോഹരമാക്കി തീർക്കുവാൻ ശ്രമിച്ച നമ്മുടെ സബ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ്സ് എല്ലാവരും, കിഡ്സ് ക്ലബ്ബ് മുതൽ അങ്ങ് BOI വരെയുള്ള വിമൻസ് ഫോറം, KCJL, KCYL, യുവജനവേദി, ഇവരെ എല്ലാവരോടുമുള്ള നന്ദി. വളരെ മനോഹരമായ പരിപാടികളാണ്. മാസങ്ങളെടുത്ത പ്രയത്നത്തിൽ ഒടുവിൽ നടത്തുന്ന വളരെ മനോഹരമായ കലാപരിപാടികളാണ് നമ്മൾ ഇന്ന് ക്രിസ്മസിന് ഇവിടെ അവർ കാഴ്ചവെക്കുന്നത്. ഇവരോടും എല്ലാവരോടുമുള്ള ഒരു
സ്നേഹം ഈ അവസരത്തിൽ സൊസൈറ്റിയുടെ പേരിൽ അർപ്പിക്കുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും മംഗളം ആശംസിച്ചുകൊണ്ട് ഹ്യൂസ്റ്റൺ ഗ്രാനൈറ്റ് കാത്തലിക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.